ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, അതായത് നമ്മുടെ ഈ ഭാരതം, ഏറ്റവും വലിയ ഒരു നിർണായകമായ ഒരു ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. 543 ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഇനി ഇന്ത്യ ആര് ഭരിക്കണമെന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം വരാൻ പോവുകയാണ്. ഈ വരുന്ന 23-ാം തീയതി ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെയൊക്കെ നാവിൽ വരുന്ന കുറേ വേർഡുകളുണ്ട്. LDF, UDF, UPA, NDA എന്നിങ്ങനെ ഈ വേർഡിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു ഭൂരിപക്ഷം ആളുകളും അതിനെക്കുറിച്ച് വല്ലാണ്ടൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതാണ് ഇന്നത്തെ ടോപ്പിക്. LDF, UDF ഇതുപോലത്തെ കുറച്ച് വേർഡുകളും അത് എന്നാണ് ഉണ്ടാക്കിയത്, അതുപോലെ അതിൻ്റെ ഫുൾ ഫോം എന്നാണ്, ആരാണ് ഇത് രൂപീകരിച്ചത്, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മുഹമ്മദ് ആദിൽ, വെൽക്കം ടു ആദിൽ ടോക്ക്. ഒന്നാമതായി പറയുന്നത് LDF ആണ്. അതായത് LDFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതായത് ഇടത് ജനാധിപത്യ മുന്നണി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഈ LDFന്റെ ഫുൾ ഫോം. LDF എന്ന ഈ ഒരു മുന്നണി രൂപീകരിച്ചത് EMS ആണ് 1979-ലാണ്. ഇപ്പോഴത്തെ ലീഡർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അതുപോലെ മറ്റു വിവരങ്ങളാണ്: ലോക്സഭയിൽ 8 സീറ്റ്, അതുപോലെ രാജ്യസഭയിൽ 4 സീറ്റ്, കേരള നിയമസഭയിൽ 140-ൽ 91 സീറ്റോടുകൂടി ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ LDF മുന്നണി. രണ്ടാമത്തത് UDF ആണ്, അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അപ്പം ഇത് 1971-ൽ കരുണാകരനാണ് ഇത് രൂപീകരിച്ചത്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല. അതുപോലെ ലോക്സഭയിൽ 12 സീറ്റാണുള്ളത്. ഇതൊരു UDF എന്ന് പറയുന്നത് UPAയുടെ ഭാഗമാണെങ്കിൽ കൂടിയിട്ട് UDF കേരളത്തിൽ വിളിക്കുന്ന പേരാണ് UDF. അപ്പോൾ UDFന്റെ സീറ്റ്, കേരളത്തിൽ നിന്നുള്ള സീറ്റാണ് പറയുന്നത് 12 സീറ്റ്. അതുപോലെ രാജ്യസഭയിൽ 5 സീറ്റ്, അതുപോലെ കേരള നിയമസഭയിൽ 140-ൽ 47 സീറ്റ്. യുപിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, അതായത് യുണൈറ്റഡ് പുരോഗമന സഖ്യം. UPA രൂപീകരിച്ചിരിക്കുന്നത് 2004-ലാണ്. മൻമോഹൻ സിംഗിന്റെ ആ ഒരു കാലഘട്ടം, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് UPA രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫൗണ്ടറായിട്ട് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയാണ്. UPAക്ക് ഇപ്പോൾ ലോക്സഭയിലുള്ള സീറ്റ് 69, രാജ്യസഭയിലുള്ള സീറ്റ് 66. NDA ഇപ്പോൾ ഭരണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം, അതായത് ദേശീയ ജനാധിപത്യ സഖ്യം. ഇത് രൂപീകരിച്ചിരിക്കുന്നത് 1998-ലാണ്. 1998 മുതൽ 2004 എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടമാണ്. പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഫൗണ്ടറായിട്ട് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി, അതായത് BJP തന്നെയാണ് ഇതിൻ്റെ ഫൗണ്ടർ. ലോക്സഭയിൽ 341 സീറ്റും രാജ്യസഭയിൽ 101 സീറ്റുമാണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ ഈ ആദ്യത്തെ വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണം LDF, UDF, NDA, UPA ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇലക്ഷൻ ടൈമിൽ പറയുക എന്നല്ലാതെ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തൊരു ടോപ്പിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ടോപ്പിക്കും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, പിന്നെ Instagram ഫോളോ ചെയ്യുക, അതുപോലെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഐ ആം മുഹമ്മദ് ആദിൽ. ദിസ് ഈസ് ആദിൽ ടോക്ക്.